സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നെല്ലിയാമ്പതിയിലാണുള്ളത്. നെല്ലിയാമ്പതി 14 വ്യൂ പോയിന്റ് കാട് വഴിയുള്ള ഒരു ചെറിയ യാത്രയാണ്. നമുക്ക് ഈ വഴിയിലൂടെയുള്ള യാത്ര നമുക്കൊന്ന് കാണാം. ഓക്കെ, പോവല്ലേ? നെല്ലിയാമ്പതിയിൽ ഇപ്പോ നല്ല ക്ലൈമറ്റ് ആണ്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. മഴ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത മാതിരിലൊരു മഴയൊന്നുമല്ല. ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ടൂറ് വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. അതുമാതിരി വൈകുന്നേര സമയത്ത് നല്ല കോടയുണ്ട്. ഇപ്പൊ സമയം ഒരു 3 മണിയായി. വൈകിട്ടൊക്കെ നല്ല കോട ഇറങ്ങുന്നുണ്ട്. ഇത് ആനക്കാടാണ്. ശരിക്ക് ആനകളൊക്കെ വഴിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ എസ്റ്റേറ്റിക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആനയോ കാട്ടുപോത്തോ പുലിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ജീപ്പിലൂടെ മാത്രമേ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് 4x4 വണ്ടിയിലാണ് പോകുന്നത്. കാരണം ഇവിടെ കുറച്ച് വലിയ കുന്നും അതുമാതിരി തന്നെ നല്ല താഴ്ചയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ 4x4 ഇടുമ്പോൾ നമുക്ക് വണ്ടി നല്ല രീതിയിൽ വലിച്ചു കൊണ്ടുപോകാനും അങ്ങനെ ഇറക്കത്തിലൊക്കെ ഭയങ്കര സ്പീഡിൽ പോകാനും നോർമൽ കൺട്രോളിൽ നമുക്ക് പോകാൻ സാധിക്കും 4x4 ആകുമ്പോൾ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവര് നമ്മൾ ഫോളോ ചെയ്തോ. നെല്ലിയാമ്പതി പാലക്കാട്ടില് ഒരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. നെല്ലിയാമ്പതി നമ്മൾ എന്നും വീഡിയോസ് ചെയ്യുന്നതാണ്. നെല്ലിയാമ്പതിയില് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിനി കാണിച്ചു തരണം. നമ്മൾ അടിപൊളി ഓഫ് റോഡാണ്. നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു എഫക്ട് അറിയാൻ കഴിയില്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്താലേ അറിയുള്ളൂ. പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ട് നല്ല അട്ട ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അട്ട പറഞ്ഞാൽ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അത് കുറച്ച് ബ്ലഡ് കുടിച്ചു കഴിഞ്ഞാൽ അത് ചത്തു നോക്കിക്കോളും. നമുക്ക് വലിയ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സീനൊന്നുള്ള കേസ് ഒന്നും അല്ല അത്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ യാത്ര ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുമാരുടെ വീഡിയോസ് ഒക്കെ കാണുക. എന്നിട്ട് ഇതുമാരൊക്കെ യാത്രകളൊക്കെ പോവുക. അതെ നൗഫലെ, നമ്മുടെ കൂടെ നൗഫലും ഉണ്ട്. ഞാനും നൗഫലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രകൾ പോവുക, പല സ്ഥലങ്ങൾ കാണുക. ജീവിതത്തിൽ കുറെ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. എങ്ങനെ ഇത് കാണുന്നുണ്ട്, കുറച്ച് കാത്ത് അങ്ങോട്ട് പിടിക്കും. ഇത് പകുതി ഇതിൽ കാണുന്നു, കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പിടിക്കും. അതാ ഈ പോകുന്ന വഴിയില് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടാ. അല്ല വെള്ളം റോഡിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് മുത്തുമാരുന്ന മലവെള്ളം എന്നൊക്കെ പറയും. ഈ തമിഴ്നാട്ടുകാർ എപ്പോഴും പറയും ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാല് നല്ലതാണെന്നൊക്കെ. നല്ല എനർജി കിട്ടും, ബൂസ്റ്റ് ആണ്. കാരണം അത്രയും ഔഷധ ഗുണമുള്ള ഇവിടെ നിൽക്കും. വേരുകളിലൂടെയൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ വെള്ളമൊക്കെ വരുന്നത്. ഇവിടെ പലതരം മരങ്ങളുണ്ട്. ഞാവലുണ്ട്, പിന്നെ അഖിലൊന്നും പറയാൻ പറ്റില്ല. എല്ലാ മരങ്ങളും ഉണ്ട് ഇവിടെ. ഈ കാട്ടിലില്ലാത്ത മരങ്ങളൊന്നുമില്ല. നെല്ലിയുണ്ട്, നെല്ലി, നല്ല കാട്ടുനെല്ലി മരങ്ങളുണ്ട്. മലമ്പ്രദേശമൊക്കെ ഇവിടെ ആനപ്പിണ്ടിയൊക്കെ വണ്ടി കയറി കിടക്കുന്നുണ്ട് കേട്ടാ. ആനയൊക്കെ പോയിട്ടുണ്ട് ഈ വഴി കൂടെ. അതാണ് അതെന്താ സാധനം? അതല്ല, അതെന്താ മരക്കഷ്ണമല്ല. വഴി രക്ഷയില്ല മക്കളെ, അടിപൊളി വഴിയാണ്. 1.5 വഴിയുണ്ടോ, അടിപൊളിയാണ്. വരണം, എന്നാലും നിങ്ങൾക്ക് അറിയുള്ളൂ. പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ ആ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇവിടെയൊക്കെ മൺതിട്ടുകളാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ ഫുള്ള് മൺതിട്ടുകളാണ്.
മൺതിട്ടുകളുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ മരത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങി താഴോട്ട് പോകുന്നുണ്ട്. സൈഡൊക്കെ ഫുള്ള് കാടുണ്ടോ. നമുക്ക് ഇങ്ങനെയുള്ള കാടുകളില് നമുക്ക് പെട്ടെന്ന് മൃഗങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഈ പറമ്പിക്കുളം വരുന്ന സ്ഥലമൊക്കെ ആകുമ്പോ നമുക്ക് പരന്ന് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ കഴിയും. മറ്റത് എന്താ പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ഇത് നമുക്ക് രണ്ട് സൈഡ് കാട് പിടിച്ച് ഇറങ്ങുന്നുണ്ട്. ജസ്റ്റ് ഇതിന് മുകളിലൂടെ ആനെന്താ പോലും നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. നമുക്ക് അതിന്റെ സ്മെല്ല് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആ മരത്തിന് ആനകൾ ഉണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവരിങ്ങനെ ഈ മരത്തിന്റെ ചില്ലയൊക്കെ ഒടിച്ചിട്ട് മരത്തിന്റെ ചില്ലകളൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ആ സൗണ്ട് അവര് നമുക്ക് ഇവിടെ ഞാനുണ്ട് എന്ന് നമ്മളെ അറിയിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ റോട്ടി വന്നിക്കണം. ഈ കാടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുമാതിരി തന്നെ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ അടിപൊളി സാധനങ്ങളൊക്കെ കാണാം. ഇവിടെ കണ്ടില്ല അതറിഞ്ഞു കിട്ടുകാച്ചി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതുമായിട്ടുള്ള കാടിലൂടെ ഒന്നും ആരും നടന്നു പോകാനൊന്നും ശ്രമിക്കണ്ട. ഉൾക്കാട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്താ പറഞ്ഞാല് ഇതുമാതിരി രണ്ട് സൈഡും ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അല്ല കാട്ടുപോത്തോ കരടിയോ ആനയൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല. മനസ്സിലായല്ലേ? റോട്ടിലേക്ക് അത് ഇറങ്ങി നിന്നാൽ മാത്രം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഉള്ളത് അങ്ങനെ വലിയ അപകടകാരിയായിട്ടുള്ളതൊന്നും അല്ല. അവര് നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മളായിട്ട് അങ്ങോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉപദ്രവിക്കുള്ളൂ. നമ്മൾ അതിന് പോകാണ്ടിരുന്നാൽ മതി. നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ പോവാ. നമ്മള് ഇപ്പൊ പോകുന്ന എസ്റ്റേറ്റിക്കാണ്. അവർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വണ്ടി വരുമ്പോ ഇതുമാതിരി സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ സൈഡ് കയറ്റിയിടും. അപ്പൊ ആ വണ്ടി പോവും. കാരണം ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇതുമാതിരി വണ്ടി പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ആരാണ് കാടയാണ്? ഓക്കെ അല്ലേ? അപ്പൊ ഇതുമാതിരിയുള്ള ഇടയിലിടയിൽ ഞാൻ പറയണം വിചാരിച്ചത്. കാരണം നമ്മൾ ഈ വഴി കാണും വിചാരിക്കും ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു വണ്ടി വന്നതിൽ എങ്ങനെ പോകും എന്നൊരു ചിന്ത വരും. ശരിയാണ്, ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടു കഴിഞ്ഞാല് കുറച്ചു ദൂരം നമുക്ക് റിവേഴ്സ് വരേണ്ടി വരും. അതുമാതിരി ഇപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇടയിലിടയിൽ കുറച്ച് സ്പോട്ട് ഉണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ച് റിവേഴ്സ് വരേണ്ടി വരും. പിന്നെ കുറച്ച് സൈഡ് ഒരുക്കിട്ടാലൊക്കെ പോവാം. അതായത് ഇതുമാതിരി സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് വണ്ടി വന്നാലും നമുക്ക് റൈറ്റ് കയറ്റിയിടാം. അപ്പൊ അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് വരികയാണെങ്കിൽ അവിടെ നിന്ന് കയറ്റിയിട്ട് രണ്ട് വണ്ടി പോവാം. ഇതിന് മുകളിലേക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടെ റിവേഴ്സ് വരേണ്ടി വരും. രണ്ട് വണ്ടി ഒരുമിച്ച് പോകാനുള്ള റോഡില്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ പെടും. ആ റിവേഴ്സ് തന്നെ വരണം. ഈ പാറിന്റെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു നേരത്തെ. ഈ പാറ എന്താണെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് വേറെ തിരക്കിലൊക്കെ പെട്ടിട്ട് പിന്നെ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഈ പാറ എന്താ ആക്ച്വലി ഇത് ഇപ്പൊ മഴക്കാലം ഇതൊന്നും അറിയില്ല. വെയിൽ ടൈമിൽ വന്നു കഴിഞ്ഞാല് ഈ പാറിന്റെ ചുറ്റും പച്ച നിറമാണ്. കണ്ടില്ലേ? ഇതിന്റെ ചുറ്റും പച്ച നിറമാണ്. പക്ഷെ ഇവിടെ മാത്രം ഫുള്ള് ചളിയായിരിക്കും. അത് ഈ വെയിൽ ടൈമിൽ അറിയുള്ളൂ. ഈ ഭാഗം മൊത്തം ചളിയായിരിക്കും, ചുറ്റും പച്ച കളറായിരിക്കും. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആന വന്നിട്ട് പുറമായിരിക്കും. ആനന്റെ പുറത്ത് ഈ കൊതുവും മറ്റേ ഇതൊക്കെ കടിച്ചിട്ട് അതിന്റെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി ആന വന്ന് പുറവരയ്ക്കുമ്പോ ആനന്റെ മേലത്തുള്ള ആ ചളിയാണ് ഈ പാറയിൽ പിടിച്ചിട്ട് അവിടെ മാത്രം കളർ ചേഞ്ചും ഈ ആന വരയ്ക്കാത്ത ഭാഗത്തൊക്കെ പച്ച നിറവും ആന വരയ്ക്കുന്ന ഭാഗത്ത് ചളിക്കളറും ഉണ്ടാവും. ഈ ആന പുറവരയ്ക്കുന്നുണ്ട്. അതുമാതിരി ഇവിടെ കുറച്ച് നമ്മൾ ഉൾസൈഡിൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മരത്തിലൊക്കെ ഇതുമാതിരി മരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതുമാതിരി ഫുള്ള് ചളി ആരങ്ങനെ ചളി വാരി ഇങ്ങനെ മരത്തിൽ തേച്ച് വെച്ച് വരണം. അത് തന്നെയാണ് സംഭവം. ഇവിടെയൊക്കെ മന്തിട്ടുകളാണ് കണ്ടില്ലേ? ഇവിടെയൊക്കെ സൈഡൊക്കെ ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട് കണ്ടില്ലേ? മന്തിട്ടുകൾ, വേരുകൾ കണ്ടില്ലേ? പല മരത്തിന്റെ വേരുകളൊക്കെയാണ് ഈ വഴിയിൽ. ഇവിടെ ഫുള്ള് ഇറക്കുക, നല്ല താഴ്ചയുണ്ട്. താഴത്തേക്ക് നല്ലൊരു ടേണിംഗ് ആണ്. അതൊരു എസ് മാതിരിയാണ്.
ഫുൾ ടേൺ ചെയ്ത് വീണ്ടും അങ്ങോട്ട് ടേൺ ചെയ്യണം. ആദ്യം റൈറ്റിക്ക് വന്നിട്ട് വീണ്ടും അതേമാതിരി ലെഫ്റ്റിക്ക് കട്ട് ചെയ്യണം. ഇവിടേക്ക് ഒരു വെള്ളച്ചാട്ടം. ഇവിടെ മഴ കുറവാണ്, ചെറിയ രീതിക്കുള്ള മഴയെ പെയ്തിട്ടുള്ളൂ. നല്ല മഴ പെയ്താൽ ഇവിടേക്ക് നല്ല വെള്ളമായിരിക്കും. ഇവിടെ ഒരു കയറ്റം ഉണ്ടാ. ഇവിടുന്ന് അങ്ങോട്ട് കാപ്പിത്തോട്ടം ഉണ്ടാ. ഇതുവരെയ്ക്ക് ഫോറസ്റ്റിന്റെ സ്ഥലമാണ് നമ്മൾ ഇത്ര ദൂരം വന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് പ്രൈവറ്റ് പാർട്ടിന്റെ ഒരു എസ്റ്റേറ്റ് ആണ്. ഇവിടെ കണ്ടോ ഒരു 8 ചലന്തി വല കണ്ടോ, ഭയങ്കര മറ്റേ എത്ര വലിയ സാധനം വന്നാലും അതിനെ അറ്റാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അത്രയും പവറുള്ള സാധനമാണ് കാട്ടു ചലന്തി. കാണാൻ പറ്റുന്നോന്ന് അറിയില്ല, കാട്ടു ചലന്തിയാണ് അത്. ഈ കാപ്പിത്തോട്ടത്തിന്റെ അടിയിൽ നിറയെ കാണാൻ കഴിയും. അതിന് കാപ്പിയൊക്കെ നന്നായി പഴുത്ത് നിൽക്കുന്നുണ്ടാ. കാപ്പിയൊക്കെ പറിക്കാനായി മഴ പെയ്തു. ഈ മല കണ്ട, ആ മലന്റെ മുകളിലൊക്കെ നമ്മൾ വരുമ്പോ നല്ല വരയാട് കൂട്ടം കൂടെ നിൽക്കുന്നതാണ്. വരയാട്, അതുമാതിരി തന്നെ കാട്ടുപോത്ത് കാണാം, ആനയുണ്ടാവും മലന്റെ മുകളില്. ഒരുപാട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അവിടെ ആനയൊക്കെ ഈ മലന്റെ മുകളിൽ എപ്പോഴും വരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരയാട് ഈ ഭാഗത്ത് ഒരുപാട് കാണാൻ കഴിയും. നെല്ലിയാമ്പതി അങ്ങനെ പെട്ടെന്ന് ഈ സൈഡ് നമ്മൾ കൊലയമ്പാറ ഈ ഭാഗത്ത് അധികം കാണാൻ കഴിയില്ല. പക്ഷെ ഈ മലന്റെ മുകളിൽ എപ്പോഴും വരയാട് കൂട്ടം കാണാൻ കഴിയും. മഴ പെയ്ത് റോട്ടിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ 2 സൈഡും കണ്ടോ, ഫുള്ള് 2 സൈഡും കാപ്പിത്തോട്ടങ്ങളാൽ നിറഞ്ഞു നിൽക്കാണ്ട. ഫുള്ള് കാപ്പിത്തോട്ടമാണ്. കാപ്പി അതാണ് കാപ്പിത ഇല്ലേ, കാപ്പിക്കുരു ഉണ്ടല്ലേ, കാപ്പിക്കുരുവാണ് ഇത്. അവിടെ വരുന്ന വഴിക്കൊക്കെ നന്നായി പഴുത്ത് നിൽക്കുന്നുണ്ട്. പറിക്കാനായി ഈ പഴുക്കുമ്പോഴാണ് ഇത് പറിക്കുക, നല്ല മൂപ്പായിട്ട്. ഈ പൂക്കുന്ന സമയത്ത് വരുമ്പോഴാണ് ഭയങ്കര രസം അവിടെ കാണാൻ. നല്ല ഫുള്ള് ഈ വെള്ള നിറത്തില് മറ്റേ മുല്ലപ്പൂ പൂത്ത് നിൽക്കുന്ന മാതിരി നിറഞ്ഞ പൂക്കളായിരിക്കും. അത് മാത്രമല്ല നല്ല മുല്ലപ്പൂവിന്റെ സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അതിന് മുല്ലപ്പൂവിന്റെ അതേ സ്മെല്ലാണ് ഉണ്ടാവുന്നത്. നിറയെ ഫുള്ളായി പൂത്ത് നിൽക്കും. ആടെ പൂത്ത് നിൽക്കുന്ന ടൈമില് രാത്രിക്ക് ഈ വഴിക്ക് വന്നാല് പെട്ടെന്ന് നമുക്ക് വേറെ ചിന്തകൾ പേടി വരും. മുല്ലപ്പൂവിന്റെ ആ ഒരു സ്മെല്ലും ഈ വെള്ള നിറത്തിൽ ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നല്ല ഭംഗിയാണ്. മണം ഭയങ്കര മണമാണ്. മുല്ലപ്പൂവിന്റെ അതേ മണം വരും. ഇവിടെയൊക്കെ ഫുള്ള് കാപ്പി പഴുത്ത് നിൽക്കുന്നുണ്ട്. അതാണ്ടോ ഇവിടെയൊക്കെ കാപ്പി പഴുത്ത് നിൽക്കുന്നുണ്ടല്ലേ, ഫുള്ളായി പഴുത്തുന്നുണ്ട്. ഇവിടെ റോഡ് കുറച്ച് മോശമുണ്ട്. മഴ പെയ്തിട്ട് കല്ലൊക്കെ ഇളകിയിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളം വന്നിട്ട് ഇവിടെ കല്ലൊക്കെ ഇളകിയിട്ടുണ്ട്. നമ്മൾ 4 വീലറിട്ട് പോണോണ്ട് നമുക്ക് കേറി പോകും വണ്ടി, കുഴപ്പമൊന്നുമില്ലാണ്ട്. ഭയങ്കര കല്ലാണ്. ചെറിയ കാറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല, അടിമുട്ടും, വണ്ടി പൊളിയും. ബൈക്കിൽ വരുന്നതും ഭയങ്കര ഡേഞ്ചറാണ്. ബൈക്കിലൊന്നും ഇവിടേക്ക് അനുമതി ഇല്ല, അങ്ങനെ ജീപ്പിൽ തന്നെ വരണം. ഇതൊരു എസ്റ്റേറ്റിന്റെ സ്ഥലമാണിത്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബലൂണൊക്കെ കിടക്കുന്നത് കുട്ടികളെ കൊണ്ടിട്ടാവുന്നത് വഴിയിൽ. ഇവിടെ എസ്റ്റേറ്റിന്റെ പാടിയുണ്ട് കേട്ടോ. ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ള ഒരു പാടിയുണ്ട് ഇവിടെ. ഇത് പാടി ഞാൻ പറഞ്ഞു, ഇവിടുത്തെ എസ്റ്റേറ്റിൽ ജോലിക്കാർ താമസിക്കുന്ന വീടാണ്. അതിനിവിടെ പിള്ളേർ പാടി എന്നാണ് പറയാം. എസ്റ്റേറ്റ് ജോലിക്കാർ താമസിക്കുന്ന വീട്. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തൊരു അരുവിയുണ്ട്, വെള്ളം പോണൊരു അരുവിയൊക്കെ ഉണ്ട്. ഇത് പോണ അവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം ഉണ്ട്. അത് ഈ വെള്ളം കെട്ടി നിർത്തുന്ന ചെക്ക് ഡാം ഉണ്ട്. ഇവിടെയൊക്കെ നിറയെ കവുങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇവിടെയുള്ള മരങ്ങളിൽ ഫുള്ള് കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് സീസൺ ആകുമ്പോൾ ഫുള്ള് കുരുമുളക് കിട്ടുന്നത്. അവിടെ നല്ല വെള്ളച്ചാട്ടം നോക്കുക. ആ ഡാമിന് വെള്ളം ചാറുന്നുണ്ടോ. ഡാമിൽ നിറയെ മീനുണ്ട് കേട്ടോ. ഈ സ്റ്റേറ്റ് കൊണ്ടായാല് മീന് വളർത്തലൊക്കെ ഉണ്ട്. ഇഷ്ടമാതിരി മീനുണ്ട്. കണ്ട് നല്ല വെള്ളച്ചാട്ടാ. കാറ്റൊക്കെ നല്ല രസമായിരിക്കും കുളിക്കാനൊക്കെ. നല്ല ക്ലീൻ വാട്ടർ നിൽക്കുന്നുണ്ട് ഡാമിൽ. മീനുണ്ട്, നല്ല മീനുണ്ട്, വലിയ വലിയ മീനുകളുണ്ട്. കാളയൊക്കെ ഇതില് വളർത്താൻ കൊണ്ട് വിട്ടുണ്ടോ അവര്. നല്ല മീനുണ്ട് ഇതില്. ആ കാണുന്നൊക്കെ ഏലയുണ്ട്. ഏലം ആ ചെടി, ആ തൈ ഫുള്ള് ഏലമാണ്. ഏലക്ക നേരെ കാണുന്നത് റിസോർട്ടാണ്. അവിടെ റിസോർട്ടുണ്ട്.
തമ്പുരാൻകാട്. തമ്പുരാൻകാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വരും. തമ്പുരാൻകാട് റിസോർട്ട് എത്തി. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ എസ്റ്റേറ്റിലേക്ക് പോകണ്ട. ഇവിടെ റിസോർട്ട് ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാപ്പിത്തോട്ടമാണ് രണ്ട് സൈഡും. അങ്ങോട്ട് ഫുള്ള് താഴ്ചയാണ്. വേറൊരു വണ്ടി വന്നാലും സൈഡ് ഇറക്കാനോ പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങോട്ട് നല്ല താഴ്ചയാണ്. നമ്മളൊരു ബേഴ്സ് തന്നെ പോകണം. ബസ് കയറിയിട്ട് ആ താഴ്ച വരാം. പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുമ്പോ ഇതിന്റെ എസ്റ്റേറ്റ് ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്. രണ്ടും അതിന്റെ തന്നെ കേട്ടോ. ഇവിടെ ആ റിസോർട്ടാക്കി ഇത് അതിന്റെ എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ ഗേറ്റ് മാത്രം അവരെപ്പോഴും അടക്കില്ല. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. തുറന്നു നടക്കുള്ളൂ. രാത്രി മാത്രം അടയ്ക്കുള്ളൂ. അപ്പൊ നമ്മള് വണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സാഹസികമായി ഇങ്ങനെ ഓടിച്ചിട്ടൊക്കെ പോകണം. അത് അടയ്ക്കാത്ത ഗേറ്റാണ്. എന്നും തുറന്നു കിടക്കുന്ന ഗേറ്റ്. റോഡ് വളരെ മോശമുണ്ട്. വളരെ മോശം എന്ന് പറഞ്ഞാലും പോരാ, വളരെ മോശമാണ്. പക്ഷെ ഓഫ് റോഡ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. മുകളില് 15 സെക്കൻഡിലാണ്. ഇതെന്തുട്ടാ കാണേ അല്ലേ? എന്തുട്ട് റോഡാ. കാപ്പിയൊക്കെ പഴുത്ത് നിൽക്കുന്നുട്ടാ ഫുള്ളായിട്ട്. രക്ഷയില്ലാത്ത റോഡാണ് നമ്മളെ. ഒരു രക്ഷയില്ലാത്ത റോഡാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാട്ടിലൂടെ നമ്മള് ശരിക്കുണ്ടല്ലോ, നമ്മള് നാട്ടിൽ ഒരുപാട് പേര് മറ്റേ പല ഉഗാണ്ടയിലും ആഫ്രിക്കയിലും ഒക്കെ പോട്ടെ, നല്ല കാര്യം തന്നെ നമുക്ക്. കാരണം നമ്മൾ ആ വീഡിയോസ് ഒക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. എന്നാലും പറയണം, പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ പോകാത്ത നമ്മൾ കാണാത്തതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ ആദ്യം കാണും. എന്നിട്ട് നമുക്ക് പല സ്ഥലത്തും പോവാം. പോണ്ടെന്ന് പറയുന്നില്ല, എല്ലാവരും പോകണം. എല്ലാ സ്ഥലങ്ങളും കാണണം. നമ്മൾ ഇന്ത്യയിൽ പുറത്തും പല സ്ഥലങ്ങളും കാണണം. പലരും പോട്ടെ. അവരൊക്കെ പോകണതുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലൂടെ നമുക്ക് ആ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുമായി വ്യത്യസ്തമായ പല സ്ഥലങ്ങളും പല റോഡുകളും പല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത്. റോഡ് പറഞ്ഞാൽ അടിപൊളി റോഡാണ് അല്ലേ? നോക്കല്ലേ, ആ ടയറിന്റെ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. അങ്ങോട്ട് ഫോണ് താഴ്ത്തണ്ട. റോഡ് ഇങ്ങനെ പിടിക്കും കുറച്ച് ഫ്രണ്ടിക്ക്. അതല്ലേ റോഡ് ഉണ്ടല്ലേ, ടോപ്പ് റോഡാണ്. അടിപൊളി സെറ്റാണ്. ഇവിടെ അത് അങ്ങോട്ട് ഒന്നാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് ഒന്നാണ് മുകളിലേക്ക്. അതേമാതിരി നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് താഴ്ചയാണ്. അത് കാണിച്ചെടുക്ക്. അവിടെ അങ്ങനെ വെള്ളച്ചാട്ടം, താഴത്ത് വെള്ളം പോണ ഒരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് താഴ്ചയാണ്. പൊക്കമാതിരി ഫുള്ള് താഴ്ചയാണ്. അങ്ങനെ നമ്മള് നമ്മുടെ എസ്റ്റേറ്റ് എത്താറായി, അതിർത്തി എത്താറായി മക്കളെ. നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല കോടയുണ്ട് കൊണ്ട് സെറ്റാണ്. ഈ കാണുന്ന മരം നമ്മുടെ ഇതാണ്. എന്താണ് നമ്മൾ അന്ന് കണ്ടില്ലേ, എന്തായാലും പേര് കൊടംപുളിന്റെ മരമുണ്ട്. അവിടെ നിറയുണ്ട് കേട്ടോ. താഴത്തേക്ക് വീണ് കിടക്കും കൊടംപുളി. ഇവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്. താഴത്ത് സെറ്റ് സ്ഥലമാണ്. രക്ഷയില്ലാത്ത സ്ഥലം. തമ്പുരാൻകാട് വൈബ് അല്ലേ? ഓ, വണ്ടിയൊക്കെ സ്ലിപ്പാകാൻ തുടങ്ങി. റോഡിലൊക്കെ വെള്ളം നിന്നിട്ട് സെറ്റ് അടിപൊളി. രക്ഷയില്ല. അതുപോലെ എങ്ങനെയുണ്ട് സ്ഥലം? നമ്മൾ കുറെ വന്നാണ് എന്നാലും അല്ലേ, അടിപൊളിയല്ല. അപ്പൊ നമ്മൾ ഈ കാണുന്നതിന്റെ അതിർത്തി ഇട്ടാ, അവിടെ ഒരു കമ്പി കണ്ടില്ല രണ്ട് സൈഡില്. ഇതാണ് നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോണ അതിർത്തി വരുന്നത്. ഇവിടെ നിന്ന് അങ്ങനെയാണ് നമ്മുടെ എസ്റ്റേറ്റ്. അപ്പൊ ഇതില് ഹോം സ്റ്റേ 2-3 കോട്ടേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ റിസോർട്ടിന്റെ പേര് കോഫി വാലി റിസോർട്ട് എന്നാണ്. ഞാൻ നേരത്തെ ഈ റിസോർട്ടിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇവിടേക്ക് വരുന്ന ഒരു വഴിയൊന്ന് കാണിച്ചു തരാന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോ ആണ് റിസോർട്ട് കോഫി വാലി. ഈ ഇവിടെ ഒരു അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു വെള്ളം പോണ സ്ഥലമുണ്ട്, അരുവി. നല്ല രസമാണ് കാണാൻ. അത് സെറ്റാണ് കേട്ടോ. പിന്നെ പൂക്കളൊക്കെ ഇഷ്ടമാതിരി പൂക്കളുണ്ട്. ചെടികളിലൊക്കെ നല്ല പൂടും. ഇത്ര ക്ലൈമറ്റിന്റെ ആണത്. നീ അങ്ങനെ വീട്ടാ കോട്ടയത്തേക്ക് ഒന്ന് വീഡിയോ എടുത്തു കേട്ടാ. പിന്നെ പോയിട്ട് കോട്ടയത്തേക്ക് ഒന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. നീ ഇറങ്ങിയ ആളുണ്ടോ അവിടെ? ഗസ്റ്റ് ഉണ്ടോ?
മീനുണ്ട് ഇതോ കുറെ മീനൊക്കെ ഉണ്ട്. അരുവി ഉണ്ടല്ലേ വെള്ളം പോണത്, ഇതാണ് അടിപൊളി അല്ലേ. ഓക്കെ, ഓഫ് ചെയ്തു.